പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഈശോയുടെ കൃപയാലെ നാവിനെക്കുറിച്ചുള്ള കുറച്ച് വചനങ്ങൾ കേൾക്കാം. ഓരോ വചനവും കേൾക്കുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ കൂടുതൽ വിശദീകരിക്കാം. നമ്മുടെ നാവ് കൂടുതൽ വിശദീകരിക്കപ്പെടട്ടെ. പ്രഭാഷകൻ 14:1. വാക്കിൽ പിഴയ്ക്കാത്ത അനുഗ്രഹീതൻ അവന് പാപത്തെ പ്രതി ദുഃഖിക്കേണ്ടി വരില്ല. വാക്കിൽ പിഴയ്ക്കാത്ത അനുഗ്രഹീതൻ അവന് അനുഗ്രഹമുണ്ട്, അവന് പാപത്തെ പ്രതി ദുഃഖിക്കേണ്ടി വരില്ല. നമ്മുടെ കയ്യിൽ പാപം ഉണ്ടാവത്തില്ല. നമ്മൾ വാക്കിൽ പിഴയ്ക്കാതെ പോകുമ്പോൾ പാപത്തിനുള്ള സാധ്യത ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രഭാഷകൻ 28:25. വാക്ക് അളന്ന് തൂക്കി ഉപയോഗിക്കുക, വായ്ക്ക് വാതിലും പൂട്ട് നിർമ്മിക്കുക. അങ്ങനെ ചുമ്മാ പറഞ്ഞുകൊണ്ടിരിക്കരുത്. വാക്ക് അളന്ന് തൂക്കി ഉപയോഗിക്കുക, വായ്ക്ക് വാതിലും പൂട്ട് നിർമ്മിക്കുക. പ്രഭാഷകൻ 28:25. സംഗീതത്തിന് 139:4. ഒരു വാക്ക് എൻ്റെ നാവിലെത്തുന്നതിന് മുമ്പ് തന്നെ ദൈവം അതറിയുന്നു. ഒരു വാക്ക് എൻ്റെ നാവിലെത്തുന്നതിന് മുമ്പ് തന്നെ ദൈവം അറിയുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഈ ഓരോ വാക്ക് ഇങ്ങനെ നമ്മുടെ ഉള്ളിലോട്ട് എത്തുന്നത് ഇങ്ങനെ ദൈവം അറിയുന്നുണ്ട്. ഇത് പറയണ്ടയോ അത് നമ്മുടെ കയ്യിൽ കാര്യമാണ്. ദൈവം അറിയുന്നു. വാക്ക് മുമ്പ് തന്നെ ദൈവം അറിയുന്നു. മത്തായി 12:36. നിന്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടും, നിന്റെ വാക്കുകളാൽ നീ കുറ്റം വിധിക്കപ്പെടും. വാക്കുകളാൽ നീതീകരിക്കപ്പെടും, വാക്കുകളെ കുറ്റം വിധിക്കപ്പെടും. നമ്മുടെ വാക്കുകളാലാണ്. എന്ത് വാക്ക് പറയുന്നതനുസരിച്ചാണ് നമ്മൾ നീതീകരിക്കപ്പെടുന്നത്, നമ്മൾ കുറ്റം വിധിക്കപ്പെടുന്നത്. ഈ വാക്ക് പറയണോ എന്ന് നമുക്ക് തീരുമാനിക്കാം. സുഭാഷിതം 16:24. ഹൃദ്യമായ വാക്ക് തേനറ പോലെയാണ്, അത് ആത്മാവിന് മധുരവും ശരീരത്തിന് ആരോഗ്യപ്രദവുമാണ്. ഹൃദ്യമായ വാക്ക് തേനറ പോലെയാണ്, അത് ആത്മാവിന് മധുരവും ശരീരത്തിന് ആരോഗ്യപ്രദവുമാണ്. നമ്മൾ അതിങ്ങനെ ആത്മാവിന് മധുരമാണ്, ശരീരത്തിന് ആരോഗ്യപ്രദമാണ്. അതുപോലെ സുഭാഷിതം 4:24. വക്രമായ സംസാരം നിന്നെ അകറ്റുക, കുടില ഭാഷണത്തെ ദൂരെ അകറ്റുക. സുഭാഷിതം 4:24. ഇതിങ്ങനെ വക്രമാണെങ്കിൽ അത് അകറ്റുക, അതിനെ ദൂരെ അകറ്റുക. യാക്കോബ് 3:3. നാവിനെ നിയന്ത്രിക്കുന്നവന് ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ കഴിയും. നമുക്ക് നാവിനെ നിയന്ത്രിക്കുവാണെങ്കിൽ നമുക്ക് ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ കഴിയും. അപ്പോൾ മത്തായി 12:38. മനുഷ്യൻ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും വിധി ദിവസത്തെ കണക്ക് കൊടുക്കേണ്ടി വരും. പ്രഭാഷകൻ 19:6. കുടില ഭാഷണത്തെ, വ്യർത്ഥ ഭാഷണത്തെ ദൂരെ അകറ്റുക, അപ്പോൾ നീ തിന്മയിൽ നിന്ന് മാറ്റപ്പെടും. വ്യർത്ഥ ഭാഷണത്തെ ദൂരെ അകറ്റുക. വ്യർത്ഥ ഭാഷണം പറഞ്ഞാൽ ലൂസ് ടോക്കേ, നമ്മളിങ്ങനെ വെറുതെ അങ്ങോട്ട് സംസാരിക്കുന്നതൊക്കെ അതൊക്കെ മാറ്റുക. അതൊക്കെ മാറ്റുമ്പോൾ നമുക്കിങ്ങനെ കൂടുതൽ ഇങ്ങനെ തിന്മയിൽ നകലാനുള്ളൊരു കൃപ നമുക്ക് ശക്തമായിട്ട് കിട്ടുവേ. പ്രഭാഷകൻ 28:26. നിനക്ക് വേണ്ടി പതിയിരിക്കുന്നവരുടെ മുമ്പിൽ ചെന്ന് വീഴാതിരിക്കണമെങ്കിൽ നാവുകൊണ്ട് തെറ്റ് ചെയ്യാതിരിക്കുക. നമുക്ക് വേണ്ടി ഇങ്ങനെ നമ്മളെ പിടിക്കാൻ ഇങ്ങനെ പിശാച് നോക്കിയിരിപ്പുണ്ടേ, മുമ്പിൽ ചെന്ന് വീഴാതിരിക്കണമെങ്കിൽ നാവുകൊണ്ട് തെറ്റ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഈ വചനങ്ങൾ നമ്മുടെ ഉള്ളിലോട്ടൊക്കെ നിറയ്ക്കാതെ നാവിനെ ഇങ്ങനെ കൂടുതൽ വിശദീകരിക്കാം. ആമേൻ.